പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഫറൻസ് ബുക്സൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ആ റെഫറൻസ് ബുക്സൊക്കെ ഏതൊക്കെയാണെന്ന് കുറേ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കറിയാം, ഈ ബുക്സും കാര്യങ്ങളൊന്നും കിട്ടുന്നതിന് നിങ്ങൾ അതും വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മുടെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ അവരുടെ പേജിൽ തന്നെ ഉണ്ടായിരിക്കും ഈ സിലബസിൽ, അതായത് സിലബസും കാര്യങ്ങളും റെഫറൻസും എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമ്മൾ ടൈം, അതായത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. അവരുടെ പേജസ് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എന്തൊക്കെയാണ് റെഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടതെന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും സിലബസ് എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ കാര്യങ്ങളും, അതായത് എക്സാംസിനും നോട്ട്സും എല്ലാം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ബുക്സാണ് നമുക്ക് റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ റെഫറൻസ് ബുക്സ് നോക്കുമ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ബുക്സ് മാത്രം നമ്മൾ നോക്കിയെടുത്താൽ അതിനകത്ത് എല്ലാം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സും കാര്യങ്ങളും കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്നത് റെഫർ ചെയ്തിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ BA സോഷ്യോളജിയിൽ ഏതൊക്കെ ബുക്സാണ് നമുക്ക് റെഫർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ റെഫറൻസ് അവർ 10 ബുക്സും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇത് എല്ലാം കൂടെ പഠിച്ച് എഴുതാനുള്ളൊരു ടൈം നമുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്കുണ്ടാവില്ല. പിന്നെ എല്ലാം കൂടെ നിങ്ങൾ റെഫറൻസ് ആയിട്ട്, അതായത് ഈ ബുക്സ് എല്ലാം കൂടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അല്ല കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ റെഫറൻസിൽ തന്നെ, അവർ തന്ന റെഫറൻസിൽ തന്നെ ഈ 4th വൺ, ഓക്കെ, 4ാമത്തെ ഈ എബ്രഹാം MF 2006 ഉള്ള ബുക്സ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇത് BA സോഷ്യോളജിയുടെ ആണ് കേട്ടോ. BA സോഷ്യോളജി, അതിൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ്. ഓക്കെ, ഈ ബുക്സ്, ഈ 4ാമത്തെ ഈ ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യാം. പിന്നെ ഉള്ളത് 7ാമത്തെ ബുക്കാണ് ഐവർ ആൻഡ് പേജ്. ഓക്കെ, ഈ ബുക്ക് നിങ്ങൾക്ക് ചെയ്യാം. 1959 സൊസൈറ്റിയുടെ ബുക്സാണ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ 7ാമത്തെ ബുക്കും നിങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നുള്ളത് 9ാമത്തെ ബുക്കാണ്, അതായത് ജയറാം N 1988 ബുക്കാണ്. ഓക്കെ, ഈ 3 ബുക്സും നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഉള്ള എല്ലാ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, ഒന്ന് എബ്രഹാം MF 2006 ഇറങ്ങിയത്, പിന്നെ ഐവർ M ആൻഡ് പേജ് 1959 ഇറങ്ങിയത്, പിന്നെ 9ാമത്തെ ജയറാം N 1988 ഇറങ്ങിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ബുക്ക് തന്നെ നിങ്ങൾ റെഫറൻസ് ചെയ്ത് പഠിച്ചാൽ തന്നെ മതി. നോട്ട്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ക്ലാസ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ സിലബസ് കിട്ടുന്നതിന് മുന്നേ ഈ ബുക്കൊക്കെ ഒന്ന് റെഫറൻസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കൂടാതെ തന്നെ BA സോഷ്യോളജി എടുക്കാന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ബുക്സൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റും കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ടോ നോക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് BA സോഷ്യോളജിയുടെ റെഫറൻസ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഒന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.